കെമിക്കൽ പാക്കറ്റുകൾ കടൽ തീരത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ളതിനാൽ യാതൊരു കാരണവശാലും കടലിലേക്ക് ഇറങ്ങുവാനോ പാക്കറ്റുകളുടെ സമീപത്തേക്ക് പോകുവാനോ പാടുള്ള. ഇത് ഇന്ന് കൊല്ലം താനി ബീച്ചിലുള്ള കാഴ്ചകളാണ് കേട്ടോ. കണ്ടെയ്നർ ബോക്സിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പുറത്തു വന്ന രാസവസ്തുക്കളാണ്. ഇത് കടൽ തീരത്ത് ഒരുപാട് ചെതറിക്കിടക്കുന്നുണ്ട്. ആ പ്രദേശത്തോട് പോകുന്ന ആൾക്കാർ ഒരു കാരണവശാലും ഇതൊന്നും എടുക്കരുതേ. ഇത് എന്താണ്, ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ കേരളത്തിലെ പല കടൽ തീരങ്ങളിലും ഇതേപോലുള്ള ഒരുപാട് കണ്ടെയ്നർ ബോക്സുകൾ വന്ന് അടിയുന്നുണ്ട് കേട്ടോ. ആളൊഴിഞ്ഞ പല സ്ഥലങ്ങളിലും കണ്ടെയ്നറുകൾ അടിഞ്ഞു കയറിയിട്ടുണ്ട്. ഇതേപോലുള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് കടൽ തീരങ്ങളിൽ കാണാനും പറ്റും. ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ അധികാരികളെ വിവരം അറിയിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മുങ്ങിയ കപ്പലിൽ 643 കണ്ടെയ്നറുകൾ ടോട്ടൽ ഉണ്ടായിരുന്നു. അതിൽ 13 കണ്ടെയ്നറുകൾ കുറച്ച് അപകടം പിടിച്ചതാണെന്നാണ് പറയുന്നത്. അതിൽ ഒരുപാട് രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ മിക്സായി പോയാൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ ഉണ്ടാവുന്ന പല കെമിക്കലുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രദേശത്തൊക്കെ പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് ശ്രദ്ധിക്കുക. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിലൊരുപാട് കമന്റ് വന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു: വലിയ രാസവസ്തുക്കളാണെങ്കിൽ കടലിൽ മീനുകൾ ചത്തുപൊങ്ങില്ലേ? ഇത് കടലിൽ ഒരുപാട് വെള്ളം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് അത് എല്ലായിടത്തും സ്പ്രെഡായിട്ട് ഇത് ഇല്ലാതാവുന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇത് പറയാൻ എളുപ്പമാണ്. ഇതിൻ്റെയൊക്കെ രാസപ്രവർത്തനങ്ങൾ എത്ര ദിവസം കഴിഞ്ഞാലാണ് എഫക്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊന്നും ജഡ്ജ് ചെയ്യാതിരിക്കുക. കാരണം ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിഞ്ഞേ മതിയാവും.